ജിൻസ് ഇപ്പൊ ഇവിടെ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ശരിക്കും? ഞാനൊരു 3 വർഷമായി. നാലാമത്തെ വർഷം അല്ലെ? രണ്ടുപേരും നഴ്സുമാരാണ്. NHS ആണോ? NHS രണ്ടുപേരും അല്ലെ? അടുത്ത് തന്നെയാണ് ഇവിടെ. ഇപ്പൊ മസ്കറ്റിൽ നിന്ന് UK വന്ന നഴ്സുമാരെ ജോലി ചെയ്യുന്നതാണ് ജിൻസ്. അപ്പൊ ജിൻസ് ഇപ്പൊ മസ്കറ്റിൽ നിന്ന് വന്നപ്പോ അവിടുത്തെ ലൈഫ് സ്റ്റൈൽ ഇവിടെയൊക്കെ ആയിട്ട് നോക്കുമ്പോ എങ്ങനെയാണ്? നിങ്ങൾ രണ്ടുപേരും അവിടെയായിരുന്നു അല്ലെ? പലപ്പോഴും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന നഴ്സുമാർക്ക് മറ്റൊരു നിയമവും കൂടുതൽ ഓവർലോഡ് നൽകുന്ന രീതിയിലോട്ടൊക്കെ പല വർക്ക് പ്ലേസുകളിലും ആ ഒരു സിസ്റ്റം നിലനിൽക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ശരിക്കും ഈ സൗദിയിലും മസ്കറ്റിലും വർക്ക് ചെയ്ത ഒരു അനുഭവം ഇവിടെ വന്നത്? സൗദിയിൽ വർക്ക് ചെയ്തപ്പോഴത്തേക്കിന് ശരിക്കും പറഞ്ഞാൽ 8 hours ഡ്യൂട്ടി ആയിരുന്നു. പക്ഷേ അതിൽ 12 hours ഡ്യൂട്ടി ആയിട്ടാണ്. കാരണം 8 hours കഴിഞ്ഞാൽ നമ്മുടെ ടൈമിൽ ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം ചെയ്തിരിക്കണം. അപ്പൊ ആ ഒരു ടൈമിലുള്ള നമുക്ക് പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. പകരം NHS-ലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു 15 minutes പോലും നിന്ന് കഴിഞ്ഞാൽ നമ്മളത് നമ്മുടെ മാനേജറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം മാറ്റും. അതും കൂടെ നമുക്ക് പേയ്മെന്റിൽ ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ സൗദിയിൽ നിന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളിപ്പോ ഒരു 4 hours കൂടെ അവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ പോലും നമുക്ക് ആ പേയ്മെന്റ് ഇല്ല. നമുക്ക് പറഞ്ഞിരിക്കുന്ന ആ പേയ്മെന്റ് വരെ നമുക്ക് തരത്തുള്ളൂ. അല്ല എക്സ്ട്രാ ഹവേഴ്സിന് പേയ്മെന്റോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ല. പിന്നെ പ്രമോഷൻ എല്ലാം അവിടുത്തെ കാരണം. അപ്പൊ അതുപോലെ ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നു പല നഴ്സുമാരും പറയാറുണ്ട്. സൗദിയിലും മസ്കറ്റിലും ഒക്കെയുള്ള രീതിയാണത്. മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലൊക്കെ അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, കൂടുതൽ പ്രൊമോഷൻ, കൂടുതൽ സാലറി, കുറഞ്ഞ വർക്ക് ലോഡ്, പുറത്തുനിന്ന് വരുന്നവർ കൂടുതൽ ജോലി ചെയ്ത് അവർ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, കൂടുതൽ അഡീഷണൽ ആയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ലഭിക്കാത്ത അത്തരം ബുദ്ധിമുട്ടുകളിലൂടെയാണ് പലരും കടന്നു പോകാറുള്ളത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമുക്കിവിടെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിടത്താണെങ്കിൽ NHS-ല് കുറെ മലയാളികളുണ്ട്. Band 6, Band 7, അവർ Band 8 വരെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും സൗദിനെക്കാട്ടിലും ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ആണ് ഇവിടെ. അവിടെ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന, ഇപ്പൊ ഇവിടെ ഉള്ളവരാണെങ്കിലും ഇപ്പൊ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിലും എല്ലാവരെയും ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന ആ രീതിയിൽ തന്നെയാണ് NHS ഉൾപ്പെടെയുള്ള ഹെൽത്ത് കെയർ മേഖലയും ബാക്കി ജോലി സ്ഥലങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നത്. മസ്കറ്റിൽ നമ്മൾ ബാച്ചലറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഗൾഫ് വലിയ കുഴപ്പമില്ല. പക്ഷെ ഫാമിലി, കിഡ്സ്, അവരുടെ എഡ്യൂക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് അതിലേക്ക് പോകേണ്ടി വരും. ഒരാളുടെ സാലറി നമുക്ക് അങ്ങനെ അതിലേക്ക് പിള്ളേരുടെ എഡ്യൂക്കേഷനായിട്ട്. കാരണം മിക്കവാറുള്ള പ്രൈവറ്റ് ആണ്, അവിടെ ഗവൺമെന്റ് ആയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊരിടത്ത് സെറ്റിൽ ആവുമ്പോൾ നമുക്ക് ഇവിടെ എഡ്യൂക്കേഷൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്കറ്റിൽ MOH-നകത്താണെങ്കിൽ അവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല. കാരണം ഡ്യൂട്ടിയിൽ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും പ്രൈവറ്റിലായിരുന്നു. ഞങ്ങൾക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻസിന് 8 to 8-ഉം ഞങ്ങൾക്ക് എനിക്ക് 8 to 5-ഉം ആയിരുന്നു. അപ്പൊ ആ കേസ് വരുമ്പോഴത്തേനും മസ്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പിള്ളേർ സ്കൂളിൽ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും. അപ്പൊ ബേബി സിറ്റിങ്ങും കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പൊ ബാച്ചലർ ലൈഫ് ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടല്ലേ? ബാച്ചലർ ലൈഫ് മാത്രമല്ല, പിള്ളേരൊരു സ്കൂൾ എഡ്യൂക്കേഷൻ ടൈമിലേക്ക് പോകുന്നതിന് വരെ കുഴപ്പമില്ല, അങ്ങനെ വരെ കുഴപ്പമില്ല. പക്ഷേങ്കില് സ്കൂൾ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടാണ് അവിടെ ഒന്ന് സർവൈവ് ചെയ്യാൻ. കാരണം ബേബി സിറ്റിങ്ങും കാര്യങ്ങളും വിടണം. അവിടെ ഒരു 12:30 വരെ ഉള്ളൂ ക്ലാസ്സുകളൊക്കെ. അത് കഴിയുമ്പോൾ പിന്നെ ബേബി സിറ്റിംഗ് നമ്മൾ വിടണം. കാരണം നമ്മൾ 8 to 5 ഡ്യൂട്ടി ഒക്കെ ആകുമ്പോഴത്തേക്കിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അവിടെ. ഇവിടെ ആകുമ്പോൾ നമുക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ജോലി ചെയ്യുമ്പോൾ കുട്ടികളുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തത്? ആക്ച്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഡേ കെയർ, ബേബി കെയർ അങ്ങനെ ഒരു സെറ്റപ്പ് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ ഒരാൾ പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങനെ ഓപ്പോസിറ്റ് ഷിഫ്റ്റിൽ ഡ്യൂട്ടി എടുക്കും. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ഡ്യൂട്ടി ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർമനന്റ് ആയിട്ടൊരു ഡ്യൂട്ടിയാണ്, അത് വെച്ചിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചൈൽഡ് കെയർ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെയുള്ള അഡ്വാൻറ്റേജ്, പിന്നെ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, വീട് വാങ്ങാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ അവിടെയാണെങ്കിൽ ക്യാഷ് നാട്ടിലോട്ട് അയക്കാനാണ് പറ്റുള്ളൂ അല്ലെ? അപ്പൊ അതൊക്കെ വെച്ച് പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഫ്രീ. അപ്പൊ അവിടെ പൈസ കൊടുക്കണ്ടേ നമുക്ക് കുട്ടികൾക്ക്? എഡ്യൂക്കേഷൻ നല്ല പൈസയാണ്. അപ്പൊ പലരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ UK-ലോട്ട് വരാനുള്ളതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഇപ്പൊ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒക്കെ കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട് തന്നെ അധികം ജോലി ചെയ്യുന്നതിന്റെ നല്ലൊരു ഭാഗം ക്യാഷും ഈ എഡ്യൂക്കേഷൻ പിള്ളേരുടെ പഠിത്തത്തിന് വേണ്ടി സ്കൂളുകളിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊന്നും ഇല്ലാതെ ഫ്രീ എഡ്യൂക്കേഷൻ, അതും ലോക നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന രാജ്യം. പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ ആണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് പലരും പറയും ഇപ്പൊ താമസമാണ് ചികിത്സ കിട്ടാണെന്നൊക്കെ പറയുമ്പോഴും അത്യാവശ്യ ട്രീറ്റ്മെന്റുകളൊക്കെ പെട്ടെന്ന് നൽകുന്ന രീതി തന്നെയാണ് NHS-ലുള്ളത്. അപ്പൊ ആ ഒരു ഹെൽത്ത് കെയറും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ്. അപ്പൊ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് 4 വർഷത്തെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ? കുഴപ്പമൊന്നുമില്ല,
ഭംഗിയായിട്ട് പോകുന്നു. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നഴ്സുമാരാണ്, അപ്പൊ അവിടെ മലയാളി ഐറ്റംസ് കിട്ടുവാണ് നോർത്താംപ്ടണില്. ഒരുപാട് ഷോപ്പുണ്ട്. ശ്രീമാട്ടുണ്ട്, കേരള ഹട്ടുണ്ട്. ഒരു ചെറിയ കേരളമാണ്. ചട്ടിച്ചോറൊക്കെ പോയി കഴിക്കാറുണ്ടോ? UK-യിലെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് നോർത്താംപ്ടൺ. മറ്റു പ്രദേശങ്ങളിൽ മലയാളികളുണ്ടെങ്കിലും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിന്റെ ഒരു മിസ് ചെയ്യുന്നില്ല നിങ്ങൾ എല്ലാം തന്നെ അവിടെ എടുത്തിട്ടുണ്ടല്ലോ. ജോലിയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ വന്നത്? ജോലി കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. ഞാനിപ്പം നേരത്തെ വാർഡിലായിരുന്നു, ഇപ്പം ഒഫ്താൽമോളജിയിലോട്ടായി. ചൈൽഡ് കെയറിന്റെ കാരണം വാർഡിലേക്കുള്ളത് മാറി ഇപ്പം ക്ലിനിക്കില് ഇതായിട്ട് 8 to 6 ഡ്യൂട്ടി ഉള്ളൂ. 5 ദിവസം പോയാൽ മതി അല്ലേ? 4 ദിവസം. 4 ദിവസം. ഓക്കെ. അപ്പൊ അത് സുഖമാണ് കണ്ടാൽ. ഞാൻ NHS വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. NHS പാർട്ട് ടൈം ആയിട്ട്, പിന്നെ ഫുൾ ടൈം ആയിട്ട് കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സാലറി കൂടുതലുണ്ടോ? അപ്പൊ ഇവിടെ നഴ്സുമാരാണെങ്കിൽ 2 നഴ്സുമാരാണെങ്കിൽ ഒരാള് ഇതുപോലെ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുകയും കൂടുതൽ സ്ഥലത്ത് ജോലി ചെയ്യുകയാണ് കൂടുതൽ ക്യാഷ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ബുക്ക് ചെയ്ത് പോകാനൊക്കെ ബാങ്കിൽ നോക്കിയൊക്കെ അഡീഷണൽ ആയിട്ട് 2 പിള്ളേരും ഉണ്ട്. ഓക്കെ. അപ്പൊ അവിടുത്തെ ചെലവൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ക്യാഷ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. എല്ലാം ചെലവാണെന്ന് പറയുന്നവരോട് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഉത്തരമാണ്. പലരും 1 വർഷം കഴിയുമ്പോൾ തന്നെ വീട് വാങ്ങുന്നു. അതുപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട് വാങ്ങാനുള്ള പ്ലാനുകളൊക്കെ വളരെ ഉണ്ടോ? നടന്നുകൊണ്ടിരിക്കുന്നു. അതെ. ക്ലിയറൊക്കെ കിട്ടുന്ന അടുത്ത വർഷമാകുമ്പോഴേക്കും. നാട്ടിലെവിടെയായിരുന്നു സാറേ? നാട്ടിലെ മണിവര, കോട്ടയം. കോട്ടയം. രണ്ടുപേരും എവിടെയാണ്? ഞാൻ കോട്ടയം ചങ്ങനാശ്ശേരി. ഇപ്പൊ പിള്ളേരുടെ കാര്യത്തിൽ ഇവര് പഠിക്കാനൊക്കെ എങ്ങനെയാണ്? ഒത്തിരി എന്താ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്കൂളിലെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ്. കാരണം അവർ അവിടെ തന്നെ അവരുടെ പഠിക്കുന്നു, അവിടെ തന്നെ അവർക്ക് ടെസ്റ്റും കാര്യങ്ങളും ഇടുന്നു. അങ്ങനെ ഒരു പഠന രീതിയാണ്. പിള്ളേർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഹോംവർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ ഫുൾ ടൈം എൻജോയ്മെന്റിലാണ്. TV കാണുന്നു, എൻജോയ് ചെയ്യുന്നു, അവര് കളിക്കുന്നു, പഠിക്കുന്നു, അങ്ങനെയൊക്കെ. അല്ലാതെ ഇവളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവള് സ്കൂളിൽ പഠിച്ച കാര്യങ്ങള് മൂടാണെന്നുണ്ടെങ്കിൽ വന്നിട്ടൊന്ന് എഴുതി കാണിക്കും. അങ്ങനെ അല്ലെങ്കിൽ ആള് പ്രശ്നമൊന്നുമില്ല. പിന്നെ അവക്ക് എന്താ പ്രശ്നമൊന്നുമില്ല. സ്കൂളിൽ ഇപ്പം നല്ലപോലെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവൾ സ്കൂളിൽ ഫസ്റ്റ് ആണ്. അപ്പൊ സ്കൂൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള സ്കൂൾ തിരഞ്ഞെടുക്കാൻ പറ്റും. നിങ്ങൾ എങ്ങനെയായിരുന്നു സ്കൂളൊക്കെ കണ്ടുപിടിച്ചത്? സ്കൂളിൽ ഞങ്ങളിപ്പം റെന്റിനാണ് താമസിക്കുന്നത്. അപ്പൊ അതിന് അടുത്ത തന്നെ നമ്മള് കൊടുത്തു, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തായിരുന്നു. ഇവര് വരുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ അങ്ങനെ സബ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് 20 minutes വാക്കിംഗ് ഡിസ്റ്റൻസ്, നമുക്ക് കാറിലാണെങ്കിൽ 5 minutes പോലും ഇല്ല. അപ്പൊ അത്രയും ഡിസ്റ്റൻസിലാണ് ഇപ്പൊ നമ്മള്. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, എളുപ്പമാണ് നമുക്ക് കൊണ്ടുപോയി വിടാനായിട്ടൊക്കെ. പിള്ളേരെ ചിലർ നാട്ടിൽ നിർത്തിയിട്ട് വരാറുണ്ട്. ഇപ്പൊ ഇവിടെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ലാംഗ്വേജ് ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ശരിക്കും പിള്ളേരെ കൊണ്ടുവന്ന് നാട്ടിൽ നിർത്തുന്നതിന് പകരം ഇവിടെ തന്നെ അവരെ സ്കൂളിൽ അയക്കുകയാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പൊ അവർക്ക് ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം. മൂത്ത ആള് ഇങ്ങനെ ഇംഗ്ലീഷ് ടോക്ക് ചെയ്യുന്ന കാരണം ഇളയ ആള് ഇപ്പം ഇംഗ്ലീഷിലാണ് പറഞ്ഞു വരുന്നത്. മലയാളത്തിനോട് അത്ര വലിയൊരു ടച്ച് ഇല്ല. പക്ഷെ നമ്മൾ പറയുന്നൊക്കെ ആൾക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമ്മൾ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജിൽ നല്ലൊരു ഫ്ലുവൻസി കുട്ടികൾക്കും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇനി നിങ്ങൾ നോർത്താംപ്ടൺ ആ ഏരിയയിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണോ? വളരെയധികം നന്ദി ഇത്രയധികം നേരം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ. അപ്പൊ എല്ലാവിധ ആശംസകളും ഉണ്ട്.